ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ കുറച്ച് അലിവ് കാണിക്കണം, അതോടുകൂടി ബാക്കിയുള്ളവരോടും. ഓരോരുത്തർ എന്തൊക്കെ വിഷമങ്ങളിൽ കൂടിയാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഹങ്കർ, വിശപ്പ്. ഫിസിക്കൽ ഹങ്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ വയറിന് തോന്നുന്ന വിശപ്പാണ്. ശരിയാണ്, ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ആ ടൈം എടുക്കുമ്പോൾ നമുക്കൊരു വിശപ്പ് തോന്നും, അല്ലെങ്കിൽ കുറേ നേരം ഫുഡ് കഴിക്കേണ്ടിരുന്ന ഒരു വിശപ്പ് തോന്നും. ദാറ്റ് ഇസ് ഫിസിക്കൽ ഹങ്കർ. അതുകൂടാതെ ഇമോഷണൽ ഹങ്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മനസ്സിന്റെ വിരസത, ലോൺലിനെസ്, സങ്കടങ്ങൾ, സ്ട്രെസ്, ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അപ്പോൾ ഒരുപാട് കഴിക്കുന്നത്? നമ്മൾ അതിനെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും. അതായത് ടെൻഷനോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് അങ്ങ് കഴിച്ചു കൂട്ടുക. അപ്പോൾ വയറൊന്നും നിറയുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടും. എന്തുകൊണ്ടാണ്? ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും കൂടുമ്പോൾ, എസ്പെഷ്യലി ഒരു താങ്ക്ലെസ് ജോബാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതായത് രാവിലെ തൊട്ട് അന്ത്യോളം വരെ വീട്ടിലും ഓഫീസിലൊക്കെ പണിയെടുത്ത് എല്ലാവരുടെയും കുറ്റം പറച്ചിലുകൾ കേട്ട് സഹായിക്കാൻ ആരുമില്ല, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പോലും അറിയാൻ ആരുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ആണുങ്ങളൊക്കെ ഓടിപ്പോയി ഒരു സിഗരറ്റ് വലിക്കുക, ഒരു കള്ളു കുടിക്കുക ഒക്കെ ഇരിക്കുന്ന സമയത്ത് ലേഡീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദർ ഇൻ ദ കിച്ചൺ, അവർ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് എന്താ ഉള്ളത്? ഭക്ഷണം, ഫുഡ്. അവരതെടുത്ത് കഴിക്കും. അത് കഴിക്കുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് അവർക്ക് തോന്നും. കാരണം ബ്രെയിൻ അവർക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട് ഒരു ടെമ്പററി കംഫർട്ടാണ്. അതാണ് കംഫർട്ട് ഫുഡ്. അപ്പോൾ ദേ ബിക്കം ഹാപ്പി. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ പ്ലേറ്റിലെ ഭക്ഷണം തീർന്നാലോ വീണ്ടും ടെൻഷൻ വരും. സോ അഗെയിൻ ദേ ഫീൽ ലൈക്ക് ഈറ്റിംഗ്. അങ്ങനെ ഒരുപാട് അങ്ങ് തിന്നാൻ പറ്റില്ല, വയറ് പൊട്ടുമെന്ന് തോന്നുമ്പോഴേക്കും ദേ വിൽ സ്റ്റോപ്പ്. പിന്നെയും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ദിസ് ഇസ് ഇമോഷണൽ ഹങ്കർ. ഓക്കെ, നമ്മുടെ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഇമോഷണൽ ഹങ്കർ ടാക്കിൾ ചെയ്യാനുള്ള കുറച്ച് വഴികൾ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് വിശക്കുമ്പോൾ യു ആസ്ക് യുവർ സെൽഫ് ഫസ്റ്റ്, എനിക്ക് ശരിക്കും വിശപ്പുണ്ടോ? ഞാൻ അരമണിക്കൂർ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ, പിന്നെ ഇപ്പം എന്താ വിശക്കും? ഞാൻ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് പണിയെടുത്തു, വൈ? അല്ലെങ്കിൽ സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് തോന്നുന്ന ആ വികാരം ഒച്ചത്തിൽ വിളിച്ച് പറയുക. പെട്ടെന്നൊരു വിശപ്പ് വരുമ്പോൾ, എനിക്ക് സങ്കടം, എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ വെളുപ്പിനെ എണീറ്റ് പണിയെടുക്കുക, എന്നിട്ട് ഫുഡ് റെഡി ആയില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ജസ്റ്റ് സ്പീക്ക് ദാറ്റ് ഔട്ട് ലൗഡ്ലി. അല്ലെങ്കിൽ ടോക്ക് ടു സംബഡി. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ആ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ വീട്ടിലോട്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഫ്രൂട്ടോ നട്ടോ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും അവിടെ വെച്ചിരിക്കുക, അതെടുത്ത് കഴിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബട്ട് യു ഹാവ് ടു ട്രൈ ദിസ്. ഓക്കെ, അതല്ലാതെ കുറേ വർക്കൗട്ട് ചെയ്ത് ഇല്ലാത്ത ഡയറ്റ് മുഴുവൻ വേണ്ടാത്ത ഡയറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നേ, അത് ശരിയാവില്ല. ഇനി നിങ്ങളൊരു ഭയങ്കര ഡയറ്റ് പിടിച്ചു, അത് വർക്കൗട്ട് ആവുന്നുണ്ട്, പക്ഷെ കുറേ കഴിഞ്ഞ് നിങ്ങൾക്കൊരു മടുപ്പ് വരും. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്താൽ അത് പ്രയാസമാണ്. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഇത് എന്ത് ഡയറ്റ് എടുത്താലും കുളമാവും, അതുകൊണ്ട് വേണ്ട, ബോദർ ചെയ്യണ്ട, ദാറ്റ്സ് ബാഡ്. പിന്നെ നിങ്ങൾ എന്ത് ഡയറ്റ് ചെയ്താലും എന്ത് എക്സസൈസ് ചെയ്താലും ശരിയാവില്ല. മനസ്സിനെ സന്തോഷമാക്കാൻ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുക? ഓക്കെ, അത് നമ്മൾ തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. തെറാപ്പി ഒരു വഴിയാണ്, അല്ലെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഈ ഹാബിറ്റ് അങ്ങ് ബ്രേക്ക് ചെയ്യുക. ഈ സങ്കടം വരുമ്പോൾ കഴിക്കുന്ന ഹാബിറ്റ് സ്ലോലി ബ്രേക്ക് ചെയ്തുകൊണ്ട് വരാതെ ഒരു രക്ഷയില്ല. ബി കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് ബി കൈൻഡ് ടു അതേഴ്സ്. ആരൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് നമുക്കറിയില്ല. സോ ഐ ഹോപ്പ് നൺ ഓഫ് യു ഹാവ് ടു ഫേസ് ഇമോഷണൽ ഹങ്കർ.